ഇത് തന്നെയല്ലോ മെന്റൽ ഹോസ്പിറ്റൽ. ബോർഡൊന്നും കാണാനില്ലല്ലോ. ഇന്നലെ വരെ ഇതായിരുന്നു, അതിനുശേഷം പിന്നെ മാറിയിട്ടുണ്ടോന്ന് അറിയില്ല. അല്ല, സാറിന്റെ ചോദ്യം കണ്ട പണ്ട് ഞാൻ ഇവിടെ സ്ഥിരതാമസമായിരുന്നു തോന്നുമല്ലോ. ഞാനിവിടെ ആദ്യമാണ്. യൂണിഫോം ഇല്ലാതെ സിവിൽ ഡ്രസ്സിൽ വന്നത് വളരെ നന്നായി. ആണി തെറ്റി ലൂസായി നടക്കുന്ന പാവങ്ങള് കാക്കി കണ്ട് പേടിക്കണ്ട. അതെ അതെ, അവിടെ ചെല്ലുമ്പോ അറിയാം. ആണി ഇളകാത്തവരെ തന്നെ നിലക്ക് നിർത്താൻ ഈ കാക്കി പോരാ. അതിനിടയിൽ ആ കുപ്പായം കൂട്ടില്ല വട്ടന്മാരെ നടുക്കോട്ടേന്ന് കയറിയത്. എന്റെ പൊന്ന് സാറേ, നമുക്ക് വേണോ പല്ലാപ്പൊക്കെ? നിന്ന് ചിലക്കാതെ കൂടെ പാടോ. 12 എണ്ണത്തിന് എക്സസൈസിന് പുറത്തിറക്കി 12 അകത്തിട്ട് പൂട്ടി. പിന്നെ ഇതേത് 2 എണ്ണം? പുതിയ അഡ്മിഷൻ കേസിലാണോ? മുഖം കണ്ടിട്ട് പിശക് ലക്ഷണമാണല്ലോ. എന്തായാലും കരുതി നിൽക്കാം. സാറേ, വേണ്ട ഒരു മുറിയിൽ പുറത്തിയാടി വരുന്നുണ്ട്. അച്ഛന് വട്ടാലെന്ന് കണ്ടാലറിയാം. കയ്യിലൊരു വടിയുണ്ട്. ദേവോദ്രം വല്ല ഏൽപ്പിക്കുമോ? മിണ്ടായിടോ. സാറിന് എങ്ങനെ പറയാം? കോട്ടന്റിക്ക് വല്ല മയമുണ്ടോ? പോലീസ് മുറ തിരിച്ച് അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ? അതുമില്ല. പപ്പ മാറും. ആദ്യമായിട്ടാണല്ലേ? അതെ, കണ്ടപ്പോഴേ തോന്നി. എനിക്കും. ഡോക്ടറല്ലേ കാണേണ്ടത്? അതെ. അകത്തേക്ക് സാർ. ഡോക്ടർ, ഒരു പുതിയ കേസുണ്ട്. 1ആണോ 2ആണോ എന്ന് പറയാറായിട്ടില്ല. നോട്ടവും നടപ്പും 2ന്റെയും പിശക. ഇത്തിരി കട്ടി സൈസാണ്. ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു നയത്തിൽ ഞാൻ സാറിന്റെ റൂമിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരും കണ്ടില്ല. സി ഹൗ ഇറസ്പോൺസിബിൾ ദി പീപ്പിൾ. ജസ്റ്റ് ഒരു കാര്യം ചെയ്യും, 2 ബെൽറ്റ് റെഡി ആയിക്കോളൂ. 2 സിറിഞ്ചിൽ ലോഡ് ചെയ്തുകൊണ്ട്. കട്ടിയുള്ളതെന്നല്ലേ പറഞ്ഞത്? അതെ. ആ സിസ്റ്റർ, ഹെവി ഡോസ് ആയിക്കോട്ടെ. കട്ടിയുള്ളതാ. മുറിക്കകത്തായതുകൊണ്ട് പകുതി ആശ്വാസം. ഇതിനകത്ത് കയറി ആരും ഉപദ്രവിക്കില്ലല്ലോ. താൻ പുറത്തുനിന്ന് പോയി നോക്കി. അത് വേണോ സാർ? ഓടോ. പോയത് ഒരു ഭ്രാന്തൻ, തിരിച്ചു വരുന്ന 2 ഭ്രാന്തന്മാർ. കാം ഡൗൺ. ഏതായാലും ഇവിടം വരെ എത്തിയല്ലോ. ഇനി ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾക്കതിന് വിഷമമൊന്നുമില്ല എന്ന് തോന്നും ആദ്യം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്ന പോലെ തോന്നുന്നില്ലേ? ഞാനിത് എത്ര കണ്ടതാ. ഡോണ്ട് വറി. പിന്നെ എന്നെ ഒരു അന്യനായിട്ട് കണക്കാക്കരുത്. സ്വന്തം ഒരാളുടെ മാതിരി കണക്കാക്കിയാൽ മതി. സ്വന്തം ജ്യേഷ്ഠനെന്നോ അമ്മാവനെന്നോ, ഇനി സ്വന്തം അച്ഛനാണെന്ന് വിചാരിച്ചാലും വിരോധമൊന്നുമില്ല. ഞാനിവിടുത്തെ ഡോക്ടറെ കാണാനോ? ഇവിടെ വരുന്നവരെല്ലാം എന്നെ കാണാനാ വരാറ്. നിങ്ങളെ? അതെ. ആദ്യം നമുക്കൊരു സെഡേറ്റീവ് എടുക്കാം. അപ്പം എല്ലാം മറന്ന് കുറെ സമയം ഉറങ്ങാൻ സാധിക്കും. അത് കഴിയുമ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും വരുമല്ലോ, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് ആരംഭിച്ചോളാം. ട്രീറ്റ്മെന്റോ? നിങ്ങൾക്ക് എന്താ പറയുന്നുണ്ടോ? ഇവിടെ വരുന്ന എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാ. നോ പ്രോബ്ലം. സിറിഞ്ച് ആ ട്രെയിലഡ്. മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ആളെ മനസ്സിലാകാഞ്ഞിട്ടാ. ഞാനിവിടുത്തെ സബ് ഇൻസ്പെക്ടറാ. അത്രേ ആയുള്ളൂ. പാവം. ഇന്നാളൊരുത്തൻ ഇവിടെ വന്ന് പറഞ്ഞു ഞാൻ ബ്രിഗേഡിയറാണ്. ഈ നിൽക്കുന്ന വാച്ച്മാൻ ഭാസ്കരൻ ഉണ്ടല്ലോ, പഴയ മിലിറ്ററിക്കാരനാ. ഈ സാധാ മിലിറ്ററിക്കാരന്റെ കൈ കൊണ്ട് കിട്ടേണ്ടത് 2 എണ്ണം മേനയ്ക്ക് കിട്ടിയപ്പോ വരേണ്ട സ്ഥാനത്ത് വന്നു. ഇപ്പതേ അടങ്ങി ഒതുങ്ങി ആ മൂലയ്ക്ക് പോയിരിക്കുക. ആരെ കണ്ടാലും വലിയ വിനയമാ. പിന്നെ ആയി സാധാ ഇൻസ്പെക്ടർ. യൂണിഫോമത്തിൽ വരേണ്ട സിവിലിയനിൽ വന്നാൽ മതി. സാറിനല്ലായിരുന്നു നിർബന്ധം. ഇപ്പൊ അനുഭവിച്ചു. കേട്ടോ സാർ, ഞങ്ങളിവിടെ ചികിത്സയ്ക്ക് വന്ന പേഷ്യൻസ് അല്ല. സംശയം മാറിയില്ലെങ്കിൽ പുറത്ത് പോലീസ് ജീപ്പ് കിടപ്പുണ്ട്. ചെന്ന് നോക്ക. വാടോ. ഇൻസ്പെക്ടർ പ്ലീസ് 1 സെക്കൻഡ്. കാര്യഗൗരവത്തോടെ എന്നെ കാണാൻ വരുന്നവരെ പേഷ്യൻസ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അല്ലേ? താൻ പോലീസിനോടാ കളിക്കുന്നത്. തട്ടി അവരെ അകത്താക്കും. ഒരബദ്ധം പറ്റിപ്പോയി സാർ.
കൊല്ലം കുറെ ആയാലും താൻ ഇവിടെ ചരക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും പോലീസിനും ഭ്രാന്തന്മാരും തിരിച്ചറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെരി സോറി, മനസ്സറിയാതെ വന്നുപോയൊരു അബദ്ധമാണ്, ക്ഷമിക്കുമല്ലോ. ഇതൊരു ഭ്രാന്താശുപത്രിയാ, ഇതിവിടെ ഒരു നിത്യ സംഭവമാണ്. എന്ത് വേണം? ഇവിടെ നിന്ന് 2 പെൺകുട്ടികൾ ചാടിപ്പോയെന്ന് കേട്ടല്ലോ. കിട്ടിയോ? അത് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ ഒരസുഖം തോന്നുന്നില്ല. നല്ല സൗന്ദര്യമുള്ള, ആരെയും ആകർഷിക്കുന്ന കുട്ടികൾ. രണ്ടും നല്ല ഒന്നാം തരം കുടുംബത്തിൽപ്പെട്ടതാണ്. പെരുമാറ്റവും വളരെ നോർമലായേ നമുക്ക് തോന്നും. ആണുങ്ങളെ തരത്തിന് കൈ കിട്ടിയാൽ അതേത് പ്രായത്തിലായാലും പരുവത്തിലായാലും ശരി വളയ്ക്കുക, ചിരിച്ച് കളിച്ച് റൊമാൻറ്റിക്കായിട്ട് കൂടെ കൂടും. ഇത് കണ്ട് കൂടെ കൂടുന്നവർ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് പെരുമാറിയാൽ ക്ലോസ്, അവന്റെ കഥ അതോടുകൂടി തീർന്നു. അതുവരെ കണ്ടൊരു മുഖമായിരിക്കില്ല അവൻ പിന്നീട് കാണുക. വയലന്റ് ആവും, ഈവൻ ഡേഞ്ചറസ്. എന്തും ചെയ്യാൻ മടിക്കില്ല, കൊലപാതകം വരെ. ഈശോയെ.